സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞു നിർത്തിയത് ലളിതാ സഹസ്രനാമത്തിൻ്റെ മന്ത്രബദ്ധതയെക്കുറിച്ചാണ്. എത്ര ഏകാക്ഷരി മന്ത്രമുണ്ട്, എത്ര ദ്വയക്ഷരി മന്ത്രമുണ്ട്, എത്ര ത്രയക്ഷരി മന്ത്രമുണ്ട് എന്ന് പറയുന്ന ക്രമങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ശ്രീചക്രവാസിനിയായ ശ്രീ രാജരാജേശ്വരിയെ സാക്ഷാൽ ജഗദംബയെ മനസ്സിൽ ധ്യാനിച്ച് ലളിത സഹസ്രനാമം വന്ന വഴി വന്ന കഥ വിസ്തരിച്ചു പറയാൻ അമ്മ അനുഗ്രഹിക്കണം, പരമാനന്ദ സാഗരിയായ കൃപാമയിയായ അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് അതായത് ഹയഗ്രീവൻ്റെയും മഹാവിഷ്ണു സ്വരൂപമായ ഹയഗ്രീവൻ്റെയും അഗസ്ത്യരുടെയും സംവാദ ഭാഗമാണ് ഈ സ്തോത്രം എന്നാണ് പരക്കെ ഇത് അറിയപ്പെടുന്നത്. ലോകരുടെ ദുഃഖം അനുഭവിക്കുന്നത് കണ്ട അഗസ്ത്യ മഹാമുനി അനുകമ്പാകുലനായി ലോകഹിതത്തിനുള്ള മാർഗമെന്തെന്ന് ആരാഞ്ഞ് സഞ്ചരിക്കുന്ന സമയത്ത് കാഞ്ചീപുരത്ത് എത്തിച്ചേരുന്നു. എവിടെ എത്തിച്ചേരുന്നു? കാഞ്ചീപുരത്ത് ആരെത്തിച്ചേരുന്നു? പറയൂ, ആരാണ് എത്തിച്ചേർന്നത് കാഞ്ചീപുരത്ത്? അഗസ്ത്യ മഹാമുനി എത്തിച്ചേരുന്നു. അവിടെ ഏകാമ്രനാഥനായ ശിവനെയും കാമാക്ഷി ദേവിയെയും പ്രസാദിപ്പിച്ച ശേഷം ലോകനന്മയ്ക്കായി തപസ് തുടർന്ന മഹർഷിയുടെ മുന്നിലേക്ക് ആര് പ്രത്യക്ഷപ്പെടുന്നു? ഏകാമ്രനാഥനെയാണ് ഭജിക്കുന്നത്. മുന്നിലേക്ക് ശംഖം, ചക്രം, അക്ഷമാല എന്നിവ ധരിച്ച പുസ്തകം എന്നിവ ധരിച്ച 4 തൃക്കൈകളുള്ള ദേഹകാന്തിയോലുന്ന ദേവൻ പ്രത്യക്ഷപ്പെടുന്നു. അശ്വമുഖത്തോടുകൂടിയ ഹയം, അശ്വം, കുതിരയുടെ മുഖത്തോടുകൂടിയ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. ആരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു? ആരുടെ മുന്നിൽ? അഗസ്ത്യമുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അഗസ്ത്യമുനി എവിടെ ഇരുന്നാണ് തപസ് ചെയ്തത്? അഗസ്ത്യമുനി തപസ് ചെയ്തത് കാഞ്ചീപുരത്ത്, ഇല്ലേ? ആരെയാണ് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചത്? ഏകാമ്രനാഥനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മഹാവിഷ്ണു, ഹയഗ്രീവനായ മഹാവിഷ്ണു, കുതിരയുടെ തലയോടുകൂടിയ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. അജ്ഞാനികളായ അഗസ്ത്യ മഹാമുനി ചോദിക്കുകയാണ്, അജ്ഞാനികളായ ലോകരുടെ ദുഃഖങ്ങൾ തീർക്കാൻ അങ്ങ് ഒരു വഴി പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ലളിതാദേവിയുടെ അവതാരകഥയും മാഹാത്മ്യവും ദേവീ സ്തോത്രങ്ങളും ശ്രീചക്രപൂജയും ശ്രീചക്രരൂപവും ഒക്കെ ചേർന്ന് ലളിത ഉപാഖ്യാനം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ലളിത ഉപാഖ്യാനം ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു? ഇവിടെ ഹയഗ്രീവ അവതാരം അഗസ്ത്യമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശ്രീദേവി ഭക്തനായ ദേവീയോപാസകന് രഹസ്യനാമങ്ങൾ ഉപദേശിച്ചു കൊള്ളുവാനും മഹർഷിക്ക് അനുമതി നൽകി. അങ്ങനെ വശിനി തുടങ്ങിയ വാഗ്ദേവതകൾ ഇതിൻ്റെ ഋഷികളാണെങ്കിലും നമുക്ക് അഗസ്ത്യ പരമ്പരയിലൂടെയാണ് ഈ സ്തോത്രം ലഭിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഗസ്ത്യ പരമ്പരയിലൂടെയാണ് നമുക്ക് ഈ സ്തോത്രത്തെ നമുക്ക് കരഗതമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ ലളിത ഉപാഖ്യാനം പറഞ്ഞതിന് ശേഷം ഹയഗ്രീവ അവതാരം നമ്മൾ മറ്റു പുരാണങ്ങൾ റെഫർ ചെയ്യുമ്പോൾ, മറ്റു പുരാണങ്ങൾ നോക്കുമ്പോൾ ഈ ലളിത ഉപാഖ്യാനം പറഞ്ഞതിന് ശേഷം ഹയഗ്രീവ അവതാരം മഹാവിഷ്ണു അപ്രത്യക്ഷമായെന്നും ഹയഗ്രീവ ദേവർഷി ഈ സ്തോത്രങ്ങളെ ഉപദേശിച്ചു കൊടുത്തുവെന്നും പുരാണങ്ങളിൽ ഒരു പാഠം കാണുന്നുണ്ട്. അപ്പോൾ എന്തു വന്നാലും അത്യുത്തമമായ അതിശ്രേഷ്ഠമായ, ഇല്ലേ, അഗസ്ത്യ ഹയഗ്രീവ സംവാദത്തിലാണ് നമുക്ക് ഈ സ്തോത്രത്തെ നമുക്ക് ഘടിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാമാന്യ ജനത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എടുത്തു പറയണം.
വശിനി തുടങ്ങിയവർ ഇതിൻ്റെ ഋഷികളാണെങ്കിലും നമുക്ക് അഗസ്ത്യ പരമ്പരയിലാണ് ഈ സ്തോത്രത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സ്തോത്രത്തിൻ്റെ പാരായണം കൊണ്ട് നമുക്ക് വന്നു ചേരുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ വളരെ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. എന്നിട്ട് ഈ അഗസ്ത്യ മഹർഷിക്ക് കരഗതമായ ഹയഗ്രീവ മൂർത്തിയിൽ നിന്ന് കരഗതമായ ലളിത ഉപാഖ്യാനത്തെ അഗസ്ത്യ മഹർഷി വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്ത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഘടിപ്പിക്കുവാൻ നിർദ്ദേശിച്ചുവെന്ന് പറയുന്നു. ലളിത ഉപാഖ്യാനത്തിൽ ദേവിയുടെ അവതാരകഥ, മാഹാത്മ്യം, ദേവി സ്തോത്രം, ശ്രീചക്ര രൂപം, ശ്രീചക്ര മാഹാത്മ്യം, പൂജാവിധികൾ, ദേവിയുടെ നാമസഹസ്രം എന്നിവ ഉൾക്കൊള്ളുന്നു. അത് ഹയഗ്രീവമൂർത്തിയായ ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു എന്നാണ് വിശ്വാസം. ഹയഗ്രീവമൂർത്തിയാണെന്നും ഹയഗ്രീവ ദേവർഷിയാണെന്നും ഒരു പാഠം നമുക്ക് പുരാണങ്ങളിൽ നമുക്ക് കാണാം. ഓം ഹരേ രാമ 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 ഹരേ ഹര ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേവി 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 ഹരേ ഹരേ മായ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേവി 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 ഹരേ ഹരേ മായ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ദേവി 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 ഹരേ മായ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ദേവി 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 ഹരേ മായ 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 ഹരേ. ലളിത സഹസ്രനാമ സ്തോത്രത്തിൻ്റെ പൂർവ്വഭാഗമാണ് പറയുന്നത്. പൂർവ്വഭാഗം കേട്ടിട്ട് അതിൻ്റെ ഗദ്യവ്യാഖ്യാനം പറയാം അല്ലേ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ലളിത സഹസ്രനാമ ഉപാസന തീവ്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന ശ്ലോകങ്ങൾ തെറ്റില്ലാതെ മനഃപ്പാഠമാക്കി ചൊല്ലിയിടാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സാധന ശ്രീമദി ഭാഗവതം അല്ലെ ബാലഭാഗവതം സാധന എന്ന ഗ്രൂപ്പിൻ്റെ പേര്. പഠിക്കുന്ന നാമങ്ങൾ അതിനകത്ത് ചൊല്ലിയിടാം. കാരണം നമ്മൾ 4.5 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നു പോവുകയാണ് അല്ലേ. ഈ ജപം നടന്നു പോവുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കുന്നതിന് കാണാതെ പഠിക്കേണ്ടുന്ന ഭാഗങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പറയാറുണ്ട്. കാണാതെ പഠിക്കണം എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെ ചൊല്ലിയിടാനൊരു ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞവർക്ക് നാമങ്ങൾ ചൊല്ലിയിട്ട് കേൾപ്പിച്ച് തെറ്റിദ്ധരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുമാവാം അല്ലേ. പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിലും ഇല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ബാലഭാഗവതത്തിൻ്റെ ഏതെങ്കിലും സീനിയർ സിറ്റിസൻസിനുള്ള ഗ്രൂപ്പാണ് ബാലഭാഗവതം. ബാലഭാഗവതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൽ അംഗമാവേണ്ടതില്ല. എന്നാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ കറക്ഷൻ ഈ നമ്മൾ ജപിച്ചിടുന്നത് അല്ലെങ്കിൽ പഠിച്ചത് ചൊല്ലിയിടുന്നതിനൊക്കെ ഉള്ള ഗ്രൂപ്പിൽ ആർക്ക് വേണോ അംഗമാവുന്നതിന് വിരോധമില്ല. ഇനി ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവ്വ ഭാഗമാണ്. അശ്വം കുതിര. തുടങ്ങുന്നത് തന്നെ അശ്വാനന. ആനനം മുഖം. ഓം അശ്വാനന മഹാബുദ്ധേ സർവശാസ്ത്ര വിശാരദ കഥിതം ലളിതാ ദേവ്യാശ്ചരിതം പരമദ്ഭുതം പൂർവം പ്രാദുർഭവോ മാതുസ്തത പട്ടാഭിഷേചനം ഭണ്ഡാസുരവധശ്ചൈവ വിസ്താരണേ ത്വയോദിതാം വർണ്ണിതം ശ്രീപുരം ചാപി മഹാവിഭവ വിസ്തരം
ശ്രീമത് പഞ്ചദശാക്ഷര്യാം महिमा वर्णतस्तथां षोडन्यासादयो न्यास न्यासखण्डे समीरताम् अन्तर्यागक्रमश्चैव बहिर्यागक्रमस्तथा महायागक्रमश्चैव पूजाखण्डे प्रकीर्तिता पुरश्चरणखण्डे तु जपलक्षणमीरितं होमखण्डे त्वया प्रोक्तां होमद्रव्यविधिक्रमां चक्रराजस्य विद्याया श्रीदेव्या देशिकात्मनो रहस्यखण्डे तादात्म्यं परस्परमुदीरितं स्तोत्रखण्डे बहुविधा स्तुतयः परिकीर्तिता मन्त्रिणी दण्डिनी देव्या प्रोक्ते नाम सहस्रके न तु ललिता देव्यो प्रोक्तं नाम सहस्रकं तत्र मे संशयं जातो हयग्रीवदयानिधे किं वा त्वयं विस्मृतं त्वज्ञात्वा वा समुपेक्षितं मम वा योग्यता नास्ति श्रोतुं नाम सहस्रकं किम् अर्थं भवता नोक्तं तत्र मे कारणं वद। सुत उवाच इति पृष्टो हयग्रीवो मुनिना कुम्भजन्मनां प्रहष्टो वचनं प्राह तापसं കുംഭസംഭവം അഥ ഹയഗ്രീവ ഉവാച. ഇതെല്ലാം ഇന്നലത്തെ നോട്ട്സിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ പഠിപ്പിക്കുന്ന നോട്ടുകളിൽ ഇതെല്ലാം ഇന്നലെ തന്നെ ഇത് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇത് ഒരു തവണ ചൊല്ലിയതുമാണ് ഇല്ലേ. ലോപമുദ്രാപതേ അഗസ്ത്യ സാവധാനമനാശൃണു നാംനാ സഹസ്രം യന്നോക്തം കാരണം തദ്വിദാമിതേ രഹസ്യം ഇതി മത്വാഹം നോക്ത്വാംസ്തേന ചാന്യഥാ പുനശ്ച പൃച്ഛസേ ഭക്ത്യാ തസ്മാത് തേ വദാമ്യഹം. ബ്രിയാശിഷ്യായ ഭക്തായ രഹസ്യം അഭിദേശികാ ഭവതാ ന പ്രദേയം സ്യാദഭക്തായ കദാചന. ന ഷഠായ ന ദുഷ്ടായ ന വിശ്വാസായ കർഹിചിത് ശ്രീമാതൃഭക്തിയുക്തായ ശ്രീവിദ്യാരാജവേദിനേ ഉപാസകായ ശുദ്ധായ ദേഹം നാമ സഹസ്രകം യാനി നാമ സഹസ്രാണി സദ്യ സിദ്ധിപ്രസാദിനി. വൈതന്ത്രേഷു ലളിതാദേവ്യാസ്തേഷു മുഖമിദം മുനെ ശ്രീവിദ്യൈവതു മന്ത്രാണാം തത്ര കാതിര്യഥാപരാം പുരാണാം ച ശ്രീപുരമിവ ശക്തിനാം ലളിതാ യഥാ ശ്രീവിദ്യാ ഉപാസകാനാം ച യഥാ ദേവാവരാ ശിവാം തഥാ നാമ സഹസ്രേഷു വരമേതത് പ്രകീർത്തിതം യഥാസ്യ പഠനാ ദേവി പ്രിയതേ ലളിതാംബികാം. അന്യനാമ സഹസ്രസ്യ പഠന പ്രിയതേ തഥാ ശ്രീമാതു പ്രീതയേ തസ്മാദനിശം കീർത്തിതേ ദിനം. ചക്രരാജയോജാംബികാം പത്മവേർവാ തുളസീപത്രൈരഭിർനാമ സഹസ്രേകാം സദ്യപ്രസാദം കുരുതേ തത്ര സിംഹാസനേശ്വരി ചക്രാധിരാജമഭ്യർജ്യം ജപ്ത്വാ പഞ്ചദശാക്ഷരീം ജപാന്തേ കീർത്തയേ നിത്യമിദം നാമ സഹസ്രകം ജപ പൂജാദ്യ ശക്തോപി പഠേ നാമ സഹസ്രകം സംഗാർച്ചനെ സംഗജപേ യദ്ഫലം തദ്വാപ്നുയാത് ഉപാസേന സ്തുതിരണ്യാം പഠനീയം.
ഇദം നാമസഹസ്രം തു കീർത്തിയേ നിത്യകർമ്മവത് ചക്രരാജാർച്ചിതം ദേവ്യാ ജപോ നാം ച കീർത്തനം ഭക്സ്യസ്യ കൃത്യമേതാം വദനാന്യദഭ്യതേം വിദു ഭക്തസ്യ വിജംഗം നാമ സഹസ്രകീർത്തനം തത്ര ഹേതും പ്രവിക്ഷ്യാമി ശൃണു ത്വം കുംഭസംഭവാം പുരാ ലളിതാ ദേവി ഭക്താനാം ഹിതകാമ്യയാം വാഗ്ദേവ്യ വശിനി മുഖ്യാം സമാഹുയേദമബ്രവീത് വാഗ്ദേവതാ വശിന്യാദ്യാം ശൃണുധ്വം വചനം മമ ഭവത്യോ മത്പ്രസാദേന പ്രോലസദ്വാഗ്വിഭൂതയാം മദ്ഭക്താനാം വാഗ്വിഭൂതിപ്രദാനേ വിനിയോജിത മച്ചക്രസ്യ രഹസ്യജ്ഞാ മമ നാമപരായണ മമ സ്തോത്രവിധാനായാം തസ്മദാജ്ഞാപയാമി വാം കുരുധ്വമംഗിതം സ്തോത്രം മമ നാമസഹസ്രൈക യേന ഭക്തേ സ്തുതായോ മേ സത്യപ്രീതിപരാ ഭവേത്. ഇത്രയും ഈ ഭാഗമാണ് നമ്മൾ ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവ്വസ്തോത്രം അല്ലേ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അതൊന്ന് മനസ്സിലാവാൻ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയെടുത്തൊന്ന് പഠിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഭാഗം എന്താണ് എന്നുള്ളത് പറയാം ഇല്ലേ. ഇനി ഇതിൻ്റെ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ച് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? സാക്ഷാൽ അഗസ്ത്യമുനിയുടെ കാരുണ്യം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വേദാംഗ പരാംഗതനും ലോകത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനും ആയ മഹർഷി, അതായത് ഇതിൻ്റെ തുടക്കം പറയുന്നതാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏകാമ്രനാഥനെ ഭജിക്കുന്ന കഥ പറയുന്നതാണ് ഇല്ലേ. മഹർഷി ഒരിക്കൽ തീർത്ഥങ്ങളും ജനപദങ്ങളും സന്ദർശിച്ചുകൊണ്ട് ലോകപര്യടനം നടത്തി എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖങ്ങൾ തീർക്കുന്നതിന്, അജ്ഞാന ദിമിനത്തിൽ എല്ലാവരും ആണ്ടുകിടക്കുന്നതായിട്ടും അവരുടെ ദുഃഖങ്ങൾ തീർക്കുന്നതിന് എന്താണ് വഴിയെന്ന് അന്വേഷിച്ചും ഇങ്ങനെ മഹർഷി നടന്നു. അങ്ങനെ കാഞ്ചി നഗരത്തിലെത്തി വാരണശൈലേന്ദ്രനും ഏകാമ്രനാഥ ക്ഷേത്രവാസിയുമായ ശിവനെയും കലിദോഷഘ്നിയായ കാമാക്ഷി ദേവിയെയും ലോകരക്ഷകനായ മഹാവിഷ്ണുവിനെയും മഹർഷി പൂജിച്ചു. ആര് പൂജിച്ചു? അഗസ്ത്യ മഹർഷി പൂജിച്ചു ഇല്ലേ. അവിടെ കാഞ്ചിയിലെത്തി പൂജിക്കുന്നു. വളരെ കാലത്തെ തപസ്സുകൊണ്ട് സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ കേവലജ്ഞാന സ്വരൂപമായി ശംഖം, ചക്രം, അക്ഷമാല, പുസ്തകം എന്നിവ ധരിച്ച ഇല്ലേ. സാധാരണ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ അങ്ങനെ പുസ്തകമൊന്നും നമ്മൾ കാണാറില്ല ഇല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ശംഖം, ചക്രം, അക്ഷമാല, പുസ്തകം എന്നിവ ധരിച്ച് അശ്വമുഖത്തോടുകൂടി പ്രഭകളെ കൊണ്ട് സർവ്വലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഹയഗ്രീവ മൂർത്തിയായി അഗസ്ത്യന് മുന്നിൽ ആവിർഭവിച്ചു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് മഹർഷി അജ്ഞാനികളായ സാധാരണ പാമരരായ നമ്മളെപ്പോലുള്ളവർക്ക് മോക്ഷത്തിൻ്റെ വഴി അന്വേഷിച്ചു. അപേക്ഷ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ത്രിപുര രഹസ്യം വളരെ സംക്ഷിപ്തമായി മഹർഷിയെ ധരിപ്പിച്ചു. എന്ത് ധരിപ്പിച്ചു? ത്രിപുര രഹസ്യം. ലളിതോപാഖ്യാനത്തിൽ ത്രിപുര രഹസ്യം ധരിപ്പിച്ചു. അത് കേട്ടിട്ട് മഹർഷി ത്രിപുരാദേവിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറയുന്ന, അവിടെ വച്ച് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ മറ്റൊരു മൂർത്തിയായ ഹയഗ്രീവ ദേവർഷിയെ, ഹയഗ്രീവ ദേവർഷിയെ, മറ്റൊരു മൂർത്തിയായ ഹയഗ്രീവ ദേവർഷിയെ ഭഗവാൻ എന്തിന് ഡെപ്യൂട്ട് ചെയ്യുന്നു? അഗസ്ത്യമുനിയുടെ മുന്നിൽ വരുത്തുന്നു. അവിടെ വച്ച് മറ്റൊരു മൂർത്തിയായ ഹയഗ്രീവ ദേവർഷി അഗസ്ത്യമുനിയുടെ മുന്നിൽ വരുത്തി അങ്ങേക്കറിയേണ്ടതെല്ലാം ഈ ദേവർഷി പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്യുന്നു. ഈ ദേവർഷി അഗസ്ത്യ മഹർഷിക്ക് ലളിതാദേവിയുടെ അവതാരകഥ, ഭണ്ഡാസുരവധം, ത്രിപുരാവർണ്ണനം, ദേവിയും കാമേശ്വരനുമായിട്ടുള്ള വിവാഹം, അവരുടെ രാസലീലകൾ, അങ്ങനെ സർവ്വതും പറഞ്ഞു കൊടുക്കുന്നു. അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷയും ആ അപേക്ഷയ്ക്ക് മറുപടിയായി അഗസ്ത്യരിലൂടെ ഹയഗ്രീവ ദേവർഷി താപത്രയാഗ്നി സംതഗ്ധയായ മനുഷ്യരുടെ നന്മയ്ക്കായി ലളിത സഹസ്രനാമം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതുമായ കാര്യങ്ങളാണ് ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗം. അപ്പോൾ ഇതാണ് അതിൻ്റെ. അപ്പോൾ എന്തു പറയുന്നു? സാക്ഷാൽ ഹയഗ്രീവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു, അശ്വമുഖത്തോടു കൂടിയ മഹാവിഷ്ണു എല്ലാം ത്രിപുര രഹസ്യം എല്ലാം പറഞ്ഞു കൊടുത്ത് വീണ്ടും അഗസ്ത്യൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരെ പ്രത്യക്ഷപ്പെടുത്തി, ആരെ ഏൽപ്പിച്ചു കാര്യങ്ങളൊക്കെ
ഹയഗ്രീവ ദേവർഷിയെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വേണമെന്ന് പറയുന്നത്. നമ്മുടെ വിചാരിക്കുന്നത് എന്താണ്, ഹയഗ്രീവ മഹാവിഷ്ണു തന്നെ ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ്, അല്ലേ? എന്നാൽ ഇതിൻ്റെ പൂർവ്വഭാഗം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹയഗ്രീവ ദേവർഷി, അല്ലേ? ഹയഗ്രീവ അവതാരം ഹയഗ്രീവ ദേവർഷിയെ ചുമതലപ്പെടുത്തുന്നു. ഹയഗ്രീവ ദേവർഷി താപത്രയാഗ്നി സംദിഗ്ധമായ മനുഷ്യരുടെ നന്മയ്ക്കായി ലളിത സഹസ്രനാമം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതുമായ കാര്യങ്ങളാണ് ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗത്തിൽ ഉദ്ധരിച്ചത്. പൂർവ്വഭാഗത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത്. അപ്പോൾ അവിടെ അഗസ്ത്യരുടെ ചോദ്യം തൊട്ട് നമുക്ക് അങ്ങോട്ട് പറയാം. അതുവരെ നമ്മൾ വായിച്ചതാണ്, ഇല്ലേ? അഗസ്ത്യരുടെ ചോദ്യം തൊട്ട്. മഹാബുദ്ധിയും സർവശാസ്ത്ര വിശാരദനുമായ ഹയഗ്രീവ ദേവർഷേ ലളിതാദേവി തൻ അത്യന്തം അത്ഭുതചരിതമാം ചരിതം നിന്തിരുവരി അരുൾ ചെയ്തു. അമ്മ തൻ അവതാരം, പിന്നെ പട്ടാഭിഷേകം, ഭണ്ഡാസുരവധം എന്നിവ നിന്തിരുവടി വിസ്തരിച്ചു പറഞ്ഞതും ഞാൻ അറിയുന്നു. മഹത്തായ വിഭവസമൃദ്ധമാം ശ്രീപുരത്തിൻ വർണ്ണനയും ശ്രീമത്താം പഞ്ചാദശാക്ഷരി മന്ത്രത്തിൻ നാമമാഹാത്മ്യവും അരുൾ ചെയ്തു. ന്യാസഖണ്ഡത്തിൽ ഷോഡന്യാസം തുടങ്ങിയവയും നിന്തിരുവടി പറഞ്ഞു. അന്തരംഗ, ബഹിര്യാഗം, മഹായാഗം തുടങ്ങിയ പൂജാഖണ്ഡത്തിൽ പറഞ്ഞു. അപ്പോൾ ഓരോരോ ഖണ്ഡത്തിൽ ഇവിടെ അഗസ്ത്യ മഹർഷി പൂർവ്വഭാഗത്ത് പറയുകയാണ്, ഇല്ലേ? ഹയഗ്രീവ ദേവ അങ്ങ് എനിക്ക് വേണ്ടുന്നതൊക്കെ പറഞ്ഞു തന്നു. എന്തൊക്കെ പറഞ്ഞു തന്നു? ന്യാസഖണ്ഡത്തിൽ ഷോഡശന്യാസം പറഞ്ഞു, ഇല്ലേ? ന്യാസഖണ്ഡത്തിൽ ഷോഡാന്യാസമെന്നും ഷോഡശന്യാസമെന്നും പറയുന്നു. ന്യാസഖണ്ഡം 40 അധ്യായങ്ങളാണ്. ഓരോരോ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇല്ലേ? ന്യാസഖണ്ഡം. അപ്പോൾ ഓരോരോ ഖണ്ഡങ്ങളിൽ ഓരോന്നോരോന്നാണെന്ന് പറഞ്ഞു വെക്കുന്നതാണ്. ഇതാണ് സാധാരണ ഈ ലളിത ഉപാഖ്യാനം എന്ന് പറയുന്ന ഇതാണ് കയ്യിലിരിക്കുന്ന ലളിത ഉപാഖ്യാനം, ഇല്ലേ? ലളിത ഉപാഖ്യാനം ഗുണം ചെയ്യും. ലളിത സഹസ്രനാമം പഠിക്കുമ്പോൾ ലളിത ഉപാഖ്യാനവും വേണ്ടി വരും. ലളിത സഹസ്രനാമത്തിൻ്റെ ഏതെങ്കിലും നല്ലൊരു വ്യാഖ്യാനവും നല്ലതായിരിക്കും, ഇല്ലേ? അപ്പോൾ ന്യാസഖണ്ഡത്തിൽ ഷോഡന്യാസം തുടങ്ങിയവ പറഞ്ഞു. അന്തർയാഗം, ബഹിർയാഗം, മാനസപൂജ, ബഹിർപൂജ തുടങ്ങിയ മഹായാഗം തുടങ്ങിയവയൊക്കെ പൂജാഖണ്ഡത്തിൽ അങ്ങ് പറഞ്ഞു. പുരചരണഖണ്ഡത്തിൽ ജപത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. ഹോമഖണ്ഡത്തിൽ ഹോമദ്രവ്യ വിധികളെക്കുറിച്ച് പറഞ്ഞു. ശ്രീചക്രം, ശ്രീവിദ്യ, ശ്രീദേവി, ഗുരു എന്നിവ തനിക്ക് ഭേദമില്ലായ്മ രഹസ്യഖണ്ഡത്തിൽ വ്യക്തമാക്കി. സ്തോത്രഖണ്ഡത്തിൽ പലതരങ്ങളുള്ള സ്തോത്രങ്ങളെക്കുറിച്ചും മന്ത്രിണി, ദണ്ഡിനി എന്നീ ദേവിമാരുടെ സഹസ്രനാമങ്ങളും നിന്തിരുവഴി അരുൾ ചെയ്തു. പക്ഷേ ലളിത സഹസ്രനാമം അങ്ങ് പറയാൻ വിട്ടുപോയി, അങ്ങ് മറന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് ചോദിക്കുന്നത്. ലളിത സഹസ്രനാമം ഒഴിവാക്കിയതിന് കാരണം പറഞ്ഞു തരണമേ എന്ന് പറയുമ്പോൾ ഹയഗ്രീവ ദേവർഷികൾ പറയുകയാണ്, ഇല്ലേ? ഹയഗ്രീവ ദേവർഷികൾ ഇങ്ങനെ പറയുന്നു. ലോപമുദ്രാപതിയാം അഗസ്ത്യ, ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ലോപമുദ്ര, അവിടെ ഹയഗ്രീവ ഉപാച നമ്മൾ വായിച്ച ഭാഗത്തിലുണ്ട്, ആ നോട്ട് തന്ന ഭാഗത്തിലുണ്ട്. ഹയഗ്രീവ ഉപാച ലോപമുദ്രാപതേ അഗസ്ത്യ സാവധാനമനാശൃണു നാംനാം സഹസ്രം എന്നോക്തം കാരണം യദ്വാമിതേ രഹസ്യം ഇതി മത്വാഹം നോക്തവാംസ്തേ അന്യഥാ പുനശ്ച പൃച്ഛസ്യേ ഭക്ത്യാ തസ്മാതേദാമ്യഹം എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നു, അല്ലയോ ലോപമുദ്രാപതിയായ അഗസ്ത്യ, നീ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. സഹസ്രനാമം ഞാൻ ഉപദേശിക്കാത്തത് രഹസ്യമാണെന്ന് കരുതിയാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഞാൻ എന്തുകൊണ്ട് സഹസ്രനാമം പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇല്ലേ? ഭക്തരായ ശിഷ്യരോട് ഗുരു രഹസ്യമായി ഇത് പറയണം. ഇത് ഭക്തിയില്ലാത്തവനും ഷഡനും ദുഷ്ടനും അവിശ്വാസിക്കും ഒരിക്കലും ഇത് പറഞ്ഞു കൊടുക്കരുത്, ഇല്ലേ? അപ്പോൾ ഇത് ഗുരു ആർക്ക് പറഞ്ഞു കൊടുക്കണം, ഇല്ലേ? സദാ നാമജപത്തിൽ ലഹരി പൂണ്ട ഭക്തർക്ക് പറയാം. ശ്രീമാതാവിൽ ഭക്തിയുള്ളവനും ശ്രീവിദ്യയെക്കുറിച്ച് അറിവുള്ളവനും ശുദ്ധനുമായ ഉപാസകന് സഹസ്രനാമം കൊടുക്കാം. ഉടൻ സിദ്ധി നൽകുന്ന
കാദിയായ ശ്രീവിദ്യാമന്ത്രങ്ങളിൽ മുഖ്യമാണ്. പുരങ്ങളിൽ ശ്രീപുരം ശ്രേഷ്ഠം, ശക്തികളിൽ ലളിതാംബിക ശ്രേഷ്ഠം, ശ്രീവിദ്യ ഉപാസകരിൽ ദേവനായ ശിവൻ ശ്രേഷ്ഠൻ എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്രകാരം സഹസ്രനാമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമാണ് ഈ ലളിത സഹസ്രനാമം. ഈ സഹസ്രനാമത്തിൻ്റെ പഠനം കൊണ്ട് ദേവിക്കുണ്ടാകുന്ന പ്രീതി മറ്റ് ജപം കൊണ്ട് വന്ന് ഭവിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഭക്തി ഉണ്ടെങ്കിൽ, പ്രേമഭക്തി ഉണ്ടെങ്കിൽ ഇതാർക്കും ലളിത സഹസ്രനാമം ഒരുപാട് ഗുണത്തെ ചെയ്യും. സഹസ്രനാമം അതുകൊണ്ട് ശ്രീമാതാവിൻ്റെ പ്രീതിക്കായി ഇത് കീർത്തിക്കുക. ഈ സഹസ്രനാമം ചൊല്ലി ശ്രീചക്രത്തിൽ ബില്ലുപത്രം കൊണ്ടോ കൂവളത്തില കൊണ്ടോ പത്മം കൊണ്ടോ തുളസീദലം കൊണ്ടോ അർച്ചിച്ചാൽ, അപ്പോൾ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് എന്തെടുക്കാം? നമുക്ക് ബില്ലുപത്രം എടുക്കാം, നമുക്ക് കൂവളത്തില എടുക്കാം, പത്മം എടുക്കാം, താമരപ്പൂവെടുക്കാം, ഇല്ലെങ്കിൽ തുളസീദലം കൊണ്ടോ നമുക്ക് പൂജിക്കാം. അർച്ചിച്ചാൽ സിംഹാസനേശ്വരിയായ ദേവി ഉടൻ പ്രസാദിക്കും. ശ്രീചക്രത്തിൽ അർച്ചനയും പഞ്ചദശാക്ഷരി ജപവും കഴിഞ്ഞ് നാമസഹസ്രം ജപിക്കുക. അപ്പോൾ ജപിക്കാനുള്ള ഷോഡശികൾ പറഞ്ഞു, ശ്യാമള ഷോഡശി പറഞ്ഞു, പഞ്ചവിംശതി പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരാഹി ദേവിയുടെ പറഞ്ഞു. നമ്മളപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതെല്ലാം ജപിച്ച് ലളിത സഹസ്രനാമം ജപിക്കുക. എന്നിട്ടോ മറ്റ് സ്തോത്രങ്ങളും സ്തുതികളും ആവാമെങ്കിലും ലളിത സഹസ്രനാമം കൊണ്ട് ദേവിയെ ഉപാസിക്കുന്നതിൻ്റെ ബലം അത് പറഞ്ഞു തന്നെ അറിയണം, അനുഭവിച്ച് തന്നെ അറിയണം, ഇല്ലേ? ഇതെല്ലാം സഹസ്ര നിത്യകർമ്മം എന്ന പോലെ ചെയ്യണം. ശ്രീചക്രാർച്ചനയും ശ്രീവിദ്യ മന്ത്രജപവും സഹസ്രനാമ കീർത്തനവും ഇതെല്ലാം ഒരു ഭക്തനെ സംബന്ധിച്ച് പരാശക്തിയുമായി ചേർത്ത് നിർത്തുന്ന വൈഭവങ്ങളാണ്. പണ്ടൊരിക്കൽ ഭക്തരുടെ ഹിതത്തിനായി പണ്ട് ഭക്തരുടെ ഹിതത്തിനായി ആര്? ലളിതാദേവി, സാക്ഷാൽ ശ്രീ രാജരാജേശ്വരി, വശിനി തുടങ്ങിയ വാഗ്ദേവതകളെ വിളിച്ച് അവരോട് എൻ്റെ പ്രസാദത്താൽ 1000, അതായത് എൻ്റെ ശ്രീപുരത്തെക്കുറിച്ച് അറിയുന്നവരും എൻ്റെ ഭക്തിയെക്കുറിച്ചും എൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അറിയുന്ന നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? നിങ്ങൾ ഒരു സ്തോത്രം രചിക്കണം. 1000 നാമങ്ങൾ കൊണ്ട് അങ്കിതമായ സ്തോത്രം രചിക്കുവിൻ. ജപിച്ചാൽ ഇതെനിക്ക് അത്യന്തം പ്രീതി ഉണ്ടാകത്തക്ക വണ്ണമായിരിക്കണം സ്തോത്രമെന്ന് ആജ്ഞാപിക്കുകയാണ്. പണ്ടൊരിക്കൽ, അപ്പോൾ വളരെ പണ്ട്, അപ്പോൾ ലളിത സഹസ്രനാമം വന്ന കഥയാണ് പറയുന്നത്. പണ്ട് ഭക്തരുടെ ഹിതത്തിനായി ലളിതാദേവി, വശിന്യാദി, രാജരാജേശ്വരി, വശിന്യാദി തുടങ്ങിയ വാഗ്ദേവതകളെ വിളിച്ച് എന്ത് പറഞ്ഞു? വാഗ്ദേവതകളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു സ്തോത്രം രചിക്കുവിൻ. ആ സ്തോത്രം കൊണ്ട് എന്തുണ്ടാവണം? ആ സ്തോത്രം കൊണ്ട് സർവ്വ ഐശ്വര്യവും ഉണ്ടാകണം. ഭക്തർക്ക് ഞാൻ അത് കേട്ടാൽ പ്രസാദിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 1000 നാമങ്ങൾ കൊണ്ട് അങ്കിതമായ ഒരു സ്തോത്രം രചിക്കണം. അത് കേട്ടാൽ എനിക്ക് പ്രീതി ഉണ്ടാകണമെന്ന് ആര് പറയുന്നു? ആരാണ് പറയുന്നത്? ലളിതാദേവി. ആരോട് പറയുന്നു? വശിന്യാദി വാഗ്ദേവതകളോട് പറയുന്നു. ലളിതാംബികാദേവിയുടെ ആജ്ഞയനുസരിച്ച് ദേവിയുടെ രഹസ്യനാമങ്ങളാൽ അത്യുത്തമമായ സ്തോത്രം വാഗ്ദേവിമാർ രചിച്ചു. ആ രഹസ്യനാമ സഹസ്രമെന്ന് ആ രഹസ്യനാമം നാമസഹസ്രമെന്നറിയപ്പെട്ടു. പിന്നീട് ഒരിക്കൽ സദസ്സിൽ സിംഹാസനസ്ഥയായ അംബിക തന്നെ സേവിക്കാനുള്ള അവസരം കൊടുത്തു. രാജരാജേശ്വരി തന്നെ സേവിക്കാനുള്ള അവസരം കൊടുത്തു. അവിടെ ലക്ഷ്മി നാരായണന്മാര്, രുദ്രന്മാര്, നൂറുകണക്കിന് ആളുകൾ, മന്ത്രിനിമാര്, സേവിനിമാര് തുടങ്ങിയവരൊക്കെ അവിടെ എത്തി. അവിടെ എത്തിയതിന് സംഖ്യ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദേവിയുടെ കടക്കണ്ണുകൊണ്ട് ദേവിയെ ഒന്ന് ദേവിയെ ഒന്ന് നോക്കി, വശിന്യാദി വാഗ്ദേവതകളെ ഒന്ന് നോക്കി. അപ്പോൾ വശിന്യാദി വാഗ്ദേവതകൾ, ഏകാദശ രുദ്രന്മാര്, സപ്തമാതൃക്കള്, 33 ദേവന്മാർ, ഈശ്വരന്മാർ ഇങ്ങനെ നിരന്നിരിക്കുന്ന രാജരാജേശ്വരിയുടെ പ്രൗഢമായ സദസ്സിനകത്ത് അമ്മ ശ്രീ രാജരാജേശ്വരി ഇരുന്ന് ഇങ്ങനെ 33 ദേവന്മാരും നിൽക്കുകയും ഇരിക്കുകയും ആകാശമാർഗത്തിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ഹ്രീം 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 ശബ്ദം കൊണ്ട് മുഖരിതമായി ദേവിയുടെ മന്ത്രിനിമാര് നാമം ജപിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ശ്രീ രാജരാജേശ്വരി ഇരുന്നരുളി കടക്കണ്ണുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകളെ നോക്കി. വശിന്യാദി വാഗ്ദേവതകളെയൊക്കെ നിർമ്മിച്ച സഹസ്രനാമത്തിൽ അവർ നിർമ്മിച്ച സഹസ്രനാമത്താൽ ദേവിയെ വാഴ്ത്തി.
അത് കേട്ട് പ്രസന്നയായ ദേവി സദസ്സിൽ ദേവി ദേവന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു. എന്താണ് പറഞ്ഞത്? എൻ്റെ ആജ്ഞ കൊണ്ട് ഉത്തമ ശ്ലോകത്തെ വാഗ്ദേവതമാർ ചമച്ചിരിക്കുന്നു. എൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ മുദ്രാങ്കിതവുമാണ്. എൻ്റെ സർവമുദ്രകളും പതിഞ്ഞതാണ് എൻ്റെ ഓരോ നാമവും. എൻ്റെ പ്രീതിക്കായി നിങ്ങളിത് സദാ ജപിക്കണം. എൻ്റെ നാമസഹസ്രകം ഭക്തന്മാർക്ക് നൽകണം. ഈ നാമസഹസ്രകം ഒരിക്കൽ ജപിച്ചാൽ തന്നെ അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാവും. അവൻ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. അവൻ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ സാധിച്ചും കൊടുക്കും. ശ്രീചക്രത്തിൽ എന്നെ അർച്ചിച്ച പഞ്ചദശാക്ഷരി മന്ത്രം ജപിച്ചു കഴിഞ്ഞ് എൻ്റെ സഹസ്രനാമം തുഷ്ടിക്കായി കീർത്തിക്കണം. അർച്ചനയും ജപവും കൂടാതെ ഈ സഹസ്രനാമത്തെ സദാ കീർത്തിച്ചാൽ പോലും ഞാൻ അവനിൽ പ്രസന്നനാകും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നതിൽ സംശയം വേണ്ട. എൻ്റെ സഹസ്രനാമത്തെ കീർത്തിക്കണം എന്ന് ദേവി പറഞ്ഞു. ഇദം നാമ സഹസ്രം മേ യോ ഭക്ത പഠതേ സകൃത് മമ പ്രിയതമോ ജ്ഞേയസ്തസ്മൈ കാമാൻ ദദാമ്യഹം ശ്രീചക്രേ മാം സമഭ്യർച്യ ജപ്ത്വാ പഞ്ചദശാക്ഷരീം പഞ്ചനാമസഹസ്രം മേ കീർത്തയേൻ മേ തുഷ്ടയേ മാമർച്ചയതു വാ മാ വാ വിദ്യാം ജപതു വാ നാവാം കീർത്തയേ നാമസഹസ്രമിദം മൽപ്രീതയേ സദാ മത്പ്രീത്യാ സകലാൻ കാമാൻ ലഭതേ നത്ര സംശയം തസ്മൻ നാമസഹസ്രം മേ കീർത്തയധ്വം സദാദരാത് എന്ന് ദേവി പറഞ്ഞു. ഇദം നാമസഹസ്രം മേ യോ ഭക്ത പഠതേ സകൃത്. 43-ാമത്തെ ശ്ലോകം. ഇദം നാമസഹസ്രം മേ, ഇങ്ങനെ എൻ്റെ നാമസഹസ്രത്തെ പഠിക്കുന്നവർക്ക് കാമാം ഭക്ത പഠേ സകൃത് മമ പ്രിയതമോ തസ്മൈ കാമാൻ ദദാമ്യഹം. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകും. അവൻ്റെ സർവ്വ കാമങ്ങളും ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു കൊടുക്കും എന്ന് ദേവി ഉറപ്പു തരുന്ന ഭാഗമാണ്. അപ്പോൾ ഹയഗ്രീവൻ പറയുന്നു, ഇങ്ങനെ ലളിതാദേവി ദേവന്മാരോട് സ്നേഹമായി അരുൾ ചെയ്തു. ദേവിയുടെ ആജ്ഞയാൽ അന്ന് തൊട്ട് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, മന്ത്രിനി തുടങ്ങിയ ശക്തികൾ ഈ സഹസ്രനാമത്തെ ദേവിയുടെ പ്രസാദത്തിനായി നിത്യവും ഭജിക്കുന്നു, പഠിക്കുന്നു. അല്ലയോ മഹർഷേ, ഭക്തന്മാർ ഈ സഹസ്രനാമം ഭക്തിയോടെ കീർത്തിക്കണം. അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇനി അതും കൂടി ചൊല്ലിത്തരാം എന്ന് പറഞ്ഞ് ഓം ശ്രീ ലളിതാംബികായേ നമഃ, ഓം ശ്രീ ലളിതാംബികായേ നമഃ, ഓം ശ്രീ ലളിതാംബികായേ നമഃ. സിന്ധു അങ്ങനെ ദേവിയുടെ പ്രീതിക്കായിക്കൊണ്ട് പൂർവാർത്ഥത്തെയും പറഞ്ഞ് പൂർവഭാഗത്തെയും പറഞ്ഞ് ലളിത സഹസ്രനാമത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമവേനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രത്നോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരമംബികാം അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിരവിവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ ഭവാനിം ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പത്മപത്രായ ദക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനമാമളികചുംബികസ്തൂരികാം സമന്തഹസദക്ഷണാം സചരജാപപാശാങ്കുശാമശേഷജനമരുണമാല്യമോഹിനീ ഭൂഷാംബരാം ജപാകുസുമവാസുരോ ജപവിദോ സ്മരേദംബികാം ലം പ്രധ്യാത്മികായേ ഗന്ധം സമർപ്പയാമി ഹം ആകാശാത്മികായേ പുഷ്പൈത് പൂജയാമി യം വായാത്മികായേ ധൂപ്രമാഘ്രാപയാമി രം അഗ്നാത്മികായേ ദീപം ദർശയാമി വം അമൃതാത്മികായേ അമൃതമഹാനിവേദ്യം നിവേദയാമി സർവാത്മികായേ സർവോപചാരപൂജാം സമർപ്പയാമി. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമുദ്ദിത ഉദ്ദിദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിത രാഗസ്വരൂപവാഷാഢ്യ ക്രോധകാരാങ്കുശോജ്വല മനോരൂപേഷു ഗോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജത് ബ്രഹ്മാണ്ഡ മണ്ഡല
ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ ഗുരുവിന്ദമണിശ്രീണി കനത്കോടീരമണ്ഡിതാഷ്ടമി ചന്ദ്രവിഭ്രജാതളിക സ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷകവദന സ്മരമാംഗല്യ ഗൃഹതോരണ ദില്ലികാ ഭക്തലക്ഷ്മി പരിവാഹ ജലന്നീപിനാവലോചന നവജംബക പുഷ്പാഭനാസാദണ്ഡ വിരാജിതര ഗന്ധിതിരസ്കാരിനാസാഭരണവാസുര കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹരതാടങ്കയുഗളി ഭൂതതപനോടുപമണ്ഡല പത്മരാഗശിരാദർശ പരിഭാവിക പോലഭൂനവ വിദ്രുവബിംബ ശ്രീനിരക്കാദിനശത വിദ്യാങ്കുരാങ്കാര തേജപംക്തിതയോജ്വല കർപ്പൂര വേദികാമോദ സമാകർഷതി ഗന്ധര നിജസല്ലാപമാധുര്യ വിനർപ്പച്ചിത കച്ചപി മന്ദസ്മിത പ്രഭാപുരമജ്ജത് കാമേശമാനസമാനാകലിത സാദൃശ്യമുഖ ശ്രീ വിരാജിത കാമേശബദ്ധ മംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗതകേയൂരഗമനീയ ഭുജാന്യത രത്നകരൈവേ ചിന്താകലോല മുക്താബലാനിത കാമേശ്വര പ്രേമരത്നമണിപരിവർണസ്തന്യാഭ്യാലവാലരോമായുധാവലകുദിതൈരക്ഷോമദാസമന്യേ മധ്യമാം സ്തനഭാരതലന്മധ്യ പട്ടബന്ധവലിത്രയാരുണാരുണ കൗസുമ വസ്ത്രഭാസുത്കടീതടി രത്നങ്ങിണികരിമരജനാദാമഭൂഷിത കാമശുജ്ഞാത സൗഭാഗ്യമാർദ്ദപൂരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിഷപ്ത സ്മരതുണാ ഭജംഗിക ഗൂഢഗുൽഭകുർമൗഷ്ടജ്യേഷ്ഠ പ്രപദാന്യത നഖദീതി സംജനനമഞ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിജ്ഞാനമണി മഞ്ജീരമണ്ഡിത ശ്രീപദാംബുജമരാളി മന്ദഗമന മഹാവണ്യശവതി സർവാരുണാനപദ്യാംഗി സർവാഭരണഭൂഷിത ശിവാ കാമേശ്വരംഗസ്ത ശിവസ്വാധീന വല്ലഭ സുമേരമധ്യശൃംഗസ്ത ശ്രീമന്നഗരനായക ചിന്താമണി ഗൃഹന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീം സംസ്ഥകദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണ സംഘാത സൂയമാനത്മവിഭവ ഭണ്ഡാസുരവതോദിക്ത ശക്തിസേന സമന്വിത സമ്പത്കരി സമാരൂഢ സിന്ദൂര പ്രജസ്യപിത അശ്വാരൂഢാധിഷ്ഠിതാശ കോടി കോടി ഭിരാവൃത ചക്രാചരധാരൂഢ സർവായുധ പരിഷ്കൃത ഗേ ചക്രധാരുത മന്ത്രണി പരിസേവിത കിരീചക്രധാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാം മാലിംഗാം ശിംഹഗ്നി പ്രകാര മധ്യഗാം ഭണ്ഡസൈന്യവതോദിക്ത ശക്തി വിക്രമഹർഷിത നിത്യപരാക്രമോടപനിരീക്ഷണോത്സക ഭണ്ഡപുത്രവതോദിക്ത ബാലാവിക്രമനന്ദിത മന്ത്രണ്യംബ വിരജിത വിശങ്കവതോഷിത വിശുക്ര പ്രാണഹരണവരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര ധർമ്മക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീ നഗോൽപന്ന നാരായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാഗ്നി ഉണ്ടാസുരശൂന്യകാം കാമേശ്വരാസ്ത്രബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവാഹര നേത്രാഗ്നി സംദബ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ്വാങ്ഭവകൂടൈക സ്വരൂപമുഖവംഗജ കടാന്തകടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈക താപന്നകാഢ്യ ഭോഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളയപരാകുളാമൃതൈരസിക കുളസങ്കേത പാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥിവിഭേദിനി മണിപൂരാന്തരുദ്ര വിഷ്ണു ഗ്രന്ഥിവിഭേദിനി ചക്രാന്തളാരുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാം പുജാരൂഢ സുധാസാരാഭിവർഷിണി തടിലത സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസുതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭാവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്രനി ഭാനന ശാദോദരി ശാന്തിമയി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധ നിരീശ്വര നിരാകാരാഗമഥനി നർമ്മദാ മതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭലോഭനാശിനി നിസംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനിശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നിലചുകുര നിരാപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രസ്വരൂപ മനോന്മണി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗോ മഹേശ്വര്യോ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർമഹായോഗീശ്വരീശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷഷ്ടിപരാഢ്യ ചതുഷ്ഷഷ്ടികലാമയീ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജ പത്മനേന
പത്മരാഗസമപ്രഭ പഞ്ചപ്രേതാസനസ്സീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാതൃധ്യേയ രൂപ ധർമ്മ വിവർജിത വിശ്വരൂപ ജാഗിരിണി സ്വപന്തി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോവിത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിഭന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ അബ്രഹ്മകീടജനനി വർണ്ണാശ്രമ വിദായിനി നിത്യാജ്ഞാനരൂപനിഗമ പുണ്യഫലപ്രദ ശ്രുതി സിമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളിക സകലാഗമ സന്തോഹ ശുക്തി സമ്പുടമുക്തിക പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബ്യ അനാദിന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കരി ഹ്രീമതി ഹൃദ്യ ഹേയോപാധേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീ രസ്യ രണത്കിങ്ങിണി മേഖല രമ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമ രമലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗതി കന്ദ കരുണാരസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വാരുണി മദവിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിനുർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേ ശിവഗ്നിമണ്ഡലവാസിനി ഭക്തിമത്കൽപലതിക വശുഭാഷ വിമോദിനി സംഹൃതാശേഷപാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീതാവസാരാധ്യ തനുമധ്യതമോപഹ ചിതി സത്പദലക്ഷ്യാർത്ഥ ചിദേകര സ്വരൂപിണി സ്വാത്മാനന്ദ വിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യച്യുതീരൂപ പശ്യന്തി പരദേവതാ മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ്ണ ജയാ ജാലന്ധരസ്ഥിത ഉഡ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോ യോഗക്രമാരാധ്യാരഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യഷോഡാശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിഭാകാര വിദ്യാവിദ്യസ്വരൂപിണി മഹാകാമേശന കുമുദ ആഹ്ലാദകൗമി ഭക്തഹാർദ തമോഭേദവത് ഭാനുസന്തതിം ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടപൂജിതാം शिष्टेष्टाशिष्टपूजिता अप्रमेय स्वप्रकाश मनोवाचामगोचरा चिच्छक्ति छेदना रूपा जडशक्तिर्जटात्मिका गायत्री व्याहृति संध्या द्विजवृंद निषेविता तत्त्वासना तत्त्वमयी पंचकोशान्तरस्थिता निसीम महिमा नित्ययौवना मदशालिनी मदघूर्णितरक्ताक्षी मदपाटलगण्डभू चन्दनद्रवविग्धाङ्गी चाम्बेय कुसुमप्रिया कुशला कोमलाकारा कुरुकुल्ला कुलेश्वरी कुलकुण्डाय कौळमार्गतत्परसेविता कुमारगणनाथाम्ब तुष्टि पुष्टि मदर धृति शान्ति स्वस्तिमती कान्तिर्नन्दिनी विघ्ननाशिनी तेजोवती त्रिनयना लोलाक्षी कामरूपिणी मालिनी हंसिनी माता मलयाचलनिवासिनी सुमुखी नलिनी शुभ्रू शोभना सुरनायिका कालकण्ठी कान्तिमती क्षोभिनी सूक्ष्मरूपिणी वज्रेश्वरी वामदेवी वयोवस्थविवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमाद यशस्विनी विशुद्धि चक्र निलया अरक्तवर्ण त्रिलोचन खड्वांगादिप्रहरणा वदनेक समन्विता पायसान्न प्रिया त्वक्स्ता पशुलोक भयंकरी अमृतादि महाशक्ति समृता रागिनीश्वरी अनहादाब्ज निलया श्यामा भावनद्वय द्रंष्ट्रोज्वल अक्षमालादिधर रुधिर संस्थिता काल्यरात्रि आदि सत्योदा स्थितौदन प्रिया महावीरेन्द्र वरदा रागिन्यां स्वरूपिणी मणिपुरा
വദനത്രയ സംയുത വജ്രകായുധോ വേദ ഡാമര്യാദിവിദാ രക്തവർണമാംസനിഷ്ഠ ഗുഡാന്ന പ്രീതമാനസ സമസ്ത ഭക്ത സുഗതാ ലാഗിന്യംബസ്വരൂപിണി സ്വാദിഷ്ടാനാംബുജഗദാ ചതുർവക്ത്ര മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണാദിഗർഭിത മേധാനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്വിത അധ്യാസന സക്തഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുഗ്ധൗദന സക്തചിത്ത സാകിന്യംബസ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണ ഷടാനന മജ്ജാ സംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രായ നൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ല സംസ്ഥിത സർവതോന്മുഖി സർവോദന പ്രീതചിത്ത യാഗിന്യാംബ സ്വരൂഹിണി സ്വാഹ സ്വധ മദർ മേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമദാർച്ചിത ബന്ധമോജിനി ബർബരാളക വിമർശരൂപിണി വിദ്യാവ്യതാദി ജഗത്പ്രസു സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ അചിന്യരൂപ കലികൽമഷനാശിനി കാർത്യായനി കലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി താടിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്ത നിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്യൂപനാലസ മത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുദോർലത മഹനീയതയാ മൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്തേന്ദ്രുധനുപ്രഭ ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി ധരോന്താളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധർ ഗോമാതാ ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യര കാന്തി തിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാദ കാവ്യാലാപ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷണ സേവിത ആദിശക്തി അമേയാത്മാ പരമാപാവന കൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലിങ്കാരി കേവല ഗുഹ്യ കൈവല്യപ്രദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ ത്രിമൂർത്തിസ്തൃതേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ജിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത ഉമാ ശൈലേന്ദ്രതനയാ ഗൗരീ ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗതീശ്വരി ധനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാനവിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപമുദ്രാർച്ചിത ലീലാനന്ദ ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സഹസ്രദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാ ജൈത്രി ലോകയാത്ര വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മക്യസ്വരൂപിണി ബൃഹതി ബ്രഹ്മണി ബ്രഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാ സുലഭാകരി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജത്കൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥോ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധാ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവധാത്രി സാവിത്രി സച്ചിദാനന്ദ സ്വരൂപിണി ദേശകാല പരിച്ഛിന്ന സർവഗ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയീ ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സാമ്രതേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി ക്ലോദീർണ ഭഗാരാധ്യ മായ മധുമഹീമഹി ഗുണാം ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി
ചിത്കല ആനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാജഗതധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാലേഖരി ലജ്ജാരംഭാഭിവന്ദിത ഭവഭാവസുധാവൃഷ്ടി പാപരണ്യതവനാനല ദൗർഭാഗ്യതുലവാതുല ജ്വാരന്തര വിപ്രഭ ഭാഗ്യചന്ദ്ര ഭാഗ്യാബ്ദിചന്ദ്രിക ഭക്തചിത്തകേകി ഘനാഘന ലോകപർവ്വതദംഭോളി മൃത്യുതാരുപുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗത ശുദ്ധ ജപാപുഷ്പനിഭാകൃതി ഓജോപതി ദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലീ കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാട് രൂപ വിരജ വിശുദ്ധോമുഖി പ്രദ്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി സ്ഥിരജതു ത്രിപുരേശി ജയത്സ്തേന നിസ്ത്രൈഗുണ്യപരാപര സത്യജ്ഞാനാനന്ദരൂപ സമരസ്യപരായണ കമർദിനി കലാമാല കമധു കമരൂപിണി കലാനിധി കവ്യകല രസജ്ഞ രസശേവതി പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്ത പാശമന്ത്രേ പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപബുധാർച്ചിത പ്രസവത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത് പീഠരൂപിണി വിശൃംഖല വിവിക്തസ്ഥ വീരമാധവിയത് പ്രസോ മുകുന്ദാമുക്തി നിലയോ മൂലവിഗ്രഹരൂപിണി ഭവജ്ഞ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകൃതിരുദ്വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാ തപ്തജന വിശ്രാന്തിദായിനി സർവോപനിഷത്കൃഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവതാഗാനോ ഗർവിതാഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ടാകാന്താകാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനകത് കനകതാടങ്കാലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനോന്മുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയ ത്രിസ്താത്രപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സുധാശ്രുതിം സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രൈ യജമാന സ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമ ഭാവൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോ നിലയ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര്യ നൈഷ്കർമ്യനാഥരൂപിണി വിജ്ഞാനകലനാകല്യ വൈന്ദവ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സമഗാന പ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യഭാവന മാർഗസ്ഥ സർവ ആപത്നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീരാധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടല ദക്ഷിണാരാധ്യ ദരസ്മേരമുഖാംബുജ കൗലിനി കേവല അനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാത ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രണി വ്യോമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതീശ്വര്യ ശർമ്മദ ശംഭുമോഹിനി ധരാധരസുത ധന്യ ധർമ്മിണി ധർമ്മവിവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധുക കുസുമ പ്രഖ്യാ ബാല അലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസ്യനർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ശ്രീ ത്രിപുര ശ്രീ ശിവങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്രാത്രകണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനകാദ്ഭുത ചാരിത്ര വഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദി യജ്ഞാദി ഷഡ്വാതീതരൂപിണി അവ്യാജകരണാമൂർത്തി അജ്ഞാനധ്വാന്തദീപിക ആബാലഗോപവിദിത സർവാനുലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ഓം ശ്രീ ശിവ ശിവശൈത്യരൂപിണി ലളിതാംബികാം ഓം ലളിതാംബികാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി ആരതി ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി ആരതി ആരതിയോ ആരതി ആരതി ആരതിയോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. ഇപ്പോൾ ലളിത സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗമാണെന്ന് പറഞ്ഞത്. നാളെ മുതൽ നമ്മൾ ലളിത സഹസ്രനാമത്തിൻ്റെ സ്തോത്രം, ഹയഗ്രീവ ദേവർഷി പറഞ്ഞു കൊടുത്ത സ്തോത്രം, അതിൻ്റെ വ്യാഖ്യാന സഹിതം ഒരു നാമം 1,08 തവണ എന്നുള്ള ജപലക്ഷ്യത്തെ പൂർത്തിയാക്കി ഓരോരോ നാമങ്ങൾ ആവർത്തിച്ച് ജപിച്ച് ആനന്ദത്തോടുകൂടി സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം സത് ശ്രീ.